ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മൈ ലുറിക്ക. ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 6 മുമ്പത്തെ എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, കഥയുടെ തുടക്കത്തിൽ സെയിച്ചി തൻ്റെ റീഇൻകാർണേഷൻ ഫ്ലാഷ് ബാക്കാണ് പറയുന്നത്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, വലിയ കാര്യമില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ആറ്റോറിയോട് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതും അത് അവൾ തെറ്റിദ്ധരിച്ച് ദേഷ്യപ്പെട്ട് ഓടിപ്പോയതുമായാണ് കണ്ടത്. അതിനുശേഷം മറ്റൊരിടത്ത് ഹോട്ടലിൽ സെയിച്ചി ഭക്ഷണം കഴിക്കുന്നിടത്ത് സെയിച്ചി എന്താ എന്താ പറ്റിയത് നിനക്ക്? എന്താ പറയുക, രാവിലെ മുതൽ ആക്ടോറിയ എന്നെ കണ്ടാൽ അപ്പം തന്നെ ഓടിക്കളയും. ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. ഇനി അവൾ എന്നെ അവോയ്ഡ് ചെയ്യണം. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. അതെങ്ങനെ നിനക്കറിയാം? ചേച്ചി, ഒരു പെണ്ണിൻ്റെ മനസ്സ് വേറൊരു പെണ്ണിനെ അറിയും. ആ, അത് സത്യമാണ്. ശരിയാ, നമ്മുടെ ടെസ്റ്റ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യുക? എന്നാൽ ഞാൻ കുട്ടികളെ കാണാൻ പോയിട്ട് വരാം. ഓ, നീ അത് മുൻകൂട്ടി തീരുമാനിച്ചോ? ആ, എപ്പോൾ വേണമെങ്കിലും വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ചേച്ചി. ശരി, നീ എന്താ ചെയ്യാൻ പോകും? ഞാൻ കുറച്ച് ഇൻഫർമേഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. ശരി ചേച്ചി, പിന്നെ കാണാം. ആ എന്ന് മനസ്സിൽ പിറുപിറുക്കുന്ന ചേച്ചി ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും എത്രയും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണം. പിന്നീട് ഗിൽഡിൽ എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ അല്ലേ? നീ ഇത് നോക്ക്, എങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാവുന്നുണ്ട്. ഓ, ഞാൻ അതല്ല ചോദിച്ചത്. പിന്നെന്താ നിനക്ക് വേണ്ടത്? ചേച്ചി, ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പുസ്തകം നോക്ക്, ഇതിൽ പല ഇൻഫർമേഷൻസ് ഉണ്ട്. അയ്യോ, ഇതൊന്നല്ല എനിക്ക് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ നിൻ്റെ അടുത്ത് വെറുതെ പറഞ്ഞതല്ലേ. നിനക്കെന്താ വേണ്ടത്? അത് ഈ അടുത്ത് ഇവിടെ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും നടന്നു? അങ്ങനെ ചോദിച്ചാൽ അടുത്ത രാജ്യത്ത് ഹീറോസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നതും. എന്ത്, സമൻ ഹീറോസോ? അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഡീമൺ ലോഡിനെ നശിപ്പിക്കാൻ അവർക്കേ കഴിയൂ. എന്ത്, ഡീമൺ ലോഡോ? ആ, നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ റോയൽ ലൈബ്രറിയിൽ പോയാൽ മതി. ഓക്കെ, അതെവിടെയാണ് ഉള്ളത്? അത് മാപ്പ് ഞാൻ എവിടെ വെച്ചത്? ആ, ഇവിടെയുണ്ട്. എവിടെ നോക്കിയാണ് എടുക്കുന്നത്? അതേസമയം ചേച്ചി തൻ്റെ മനസ്സിൽ ഹീറോസും എൻ്റെ കൂട്ടുകാർ അവിടെ എന്താണോ ചെയ്യുന്നത്? സെയിം ടൈമിൽ റോയൽ പാലസ്. എന്ത്, ഹീറോസിന് ട്രെയിനിങ് കൊടുക്കുന്നില്ലെന്നോ? അങ്ങനെ ചെയ്യുന്നില്ലേ പിന്നെ എന്തിനാണ് അവരെ സമൻ ചെയ്തത്? അതിന് കാരണം ഹീറോസ് ശരിക്കുമുള്ള ഡീമൺസിനോട് യുദ്ധം ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരിക്കലില്ല, മണ്ടത്തരമാണത്. അവർ ഇനി ഡീമൺ ലോഡിനോട് യുദ്ധം ചെയ്യേണ്ടവരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? മൈ ലോഡ്, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. വേണമെങ്കിൽ അവരെ ബാർബഡോസ് മാജിക് അക്കാഡമിയിലേക്ക് അയച്ചാലോ? എന്ത്, ബാർബഡോസ് മാജിക് അക്കാഡമിയോ? ആ, അവിടെ ട്രെയിനിങ്ങിന് അയച്ചാൽ എല്ലാവരും ഫസ്റ്റ് റാങ്കായി തിരിച്ചു വരും. അത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും. ഈ പ്ലാൻ നടക്കുമോ? തീർച്ചയായും നടന്നിരിക്കും. നമ്മൾ സമൻ ചെയ്ത എല്ലാവരും കുട്ടികളാണ്. അവരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെ നീ ചെയ്യാൻ പോകുന്നത്? ഈ റിങ് ഇട്ടാൽ മാത്രം മതി, എല്ലാവരും നമ്മുടെ കൺട്രോളിലും. ഓ, സ്ലേവ് കൊളോ? ഓക്കെ ഓക്കെ. ഇങ്ങനെ ഇവർ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ മറ്റൊരിടത്ത് ആറ്റോറിയ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നിനക്കെന്താ പറ്റിയേ? ഞാനെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആവുന്നു. ഇതേസമയം മറ്റൊരിടത്ത് സെയിച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമൻ ഹീറോസിനെ കുറിച്ച് എവിടെയും കാണുന്നില്ല. എന്നാൽ എല്ലായിടത്തും മനുഷ്യന്മാരെ നല്ലവരായിട്ടാണ് കാണിക്കുന്നത്. എന്തോ ശരിയല്ല, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഏതാ തെറ്റെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇതെന്താ ഈ ബുക്ക്? മാജിക്കോ? ഒരു സ്പെൽ ചെയ്യാൻ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഇമാജിനേഷനും 2 മാന. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ മാജിക് ഉപയോഗിക്കാൻ കഴിയൂ. ഇമാജിനേഷൻ രൂപം നൽകാനും മാന അതിന് പവർ നൽകാനും സഹായിക്കും. കമ്പ്യൂട്ടർ, പുതിയ സ്കിൽ ലഭിച്ചിരിക്കുന്നു. ഓ, അങ്ങനെ ഓരോ ബുക്കും എടുത്ത് നോക്കുമ്പോഴും കമ്പ്യൂട്ടർ, പുതിയ സ്കിൽ. ഓ, വെറുതെ നോക്കിയാൽ വരെ സ്കിൽ കിട്ടും. സ്കിൽ. അയ്യോ, മറ്റൊരിടത്ത് ചെറിയും കുട്ടിയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫേസ് മാറിക്കാണിക്കട്ടെ. ഹേയ് കുരങ്ങ്. അതേസമയം സഹിച്ച് തൻ്റെ ഫ്രണ്ട്സ് എവിടെയെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. എനിക്ക് വിശക്കുന്നുണ്ട്. ഇതെന്താ ഈ കുട്ടിയുടെ ചെവി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സാർ, എൻ്റെ പെയിൻറ്റിങ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇതെല്ലാം നീ വരച്ചതാണോ? ആ, എന്നാൽ എനിക്ക് ഈ പെയിൻറ്റിങ് തായോ. എന്ത്? എന്താ, നീ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നല്ലേ? ആ, അതല്ല, ആദ്യമായിട്ടാണ് സാർ എൻ്റെ കയ്യിൽ നിന്നും ഒരാൾ പെയിൻറ്റിങ് വാങ്ങുന്നത്. അങ്ങനെ സെയ്ജി ആ പെയിൻറ്റിങ് വാങ്ങിച്ച് പോകുന്നതും നല്ലൊരു സ്മെല്ല് വന്ന് സെയ്ജി ആ സ്മെല്ലിന് പിന്നാലെ പോയി ഒരു സ്ഥലത്ത് വന്ന് കയറി. ഇത് കോഫി ഷോപ്പാണോ? ബട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി എങ്ങാനും അങ്ങനെ ഉണ്ടാവുമോ? വേറെ ഒന്നും നോക്കാനില്ല, ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയാൽ 2 പേര് മാത്രം. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ.
നീ എവിടെ നിന്ന് വരുന്നു? ഇത് കേട്ട് സേച്ചി പതറാൻ തുടങ്ങി. ശരി, ഇവിടെ വന്നിരിക്കേ. എന്താ കുടിക്കുന്നത്? ടീയോ കോഫി? അതേസമയം ആറ്റോറിയ, എനിക്കെന്താ പറ്റിയത്? എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അയ്യോ, വേണമെങ്കിൽ ഞാൻ പരിഹാരം പറഞ്ഞുതരാം. അതേസമയം സേച്ചി, ഭക്ഷണത്തിന് സന്തോഷം. വാവ് വാവ്, ഒരു രക്ഷയില്ല, സൂപ്പർ. നിന്നെ ഞാൻ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എന്താ, നീ അഡ്വഞ്ചറസ് ആണോ? ബട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് അഡ്വഞ്ചർ ആയത്. എൻ്റെ പേര് സെയിജി, കോൾ മീ റാമസ്. സാധാരണ ഹ്യൂമനാണ്. കണ്ടതിൽ സന്തോഷം സെയിജി. നീ കിഴക്ക് രാജ്യത്ത് നിന്നാണോ വന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടറിയില്ല. കിഴക്ക് രാജ്യത്ത് സ്ട്രോങ് പടയാളികളുണ്ട്, അതിൽപ്പെട്ടതാണോ നീ? ഞാൻ അത്രയ്ക്കൊന്നും വലിയ ആളല്ല. ശരി ശരി, ഇതാണ് കടയുടെ മുതലാളി. നന്നായി കോഫിയൊക്കെ ഉണ്ടാക്കുക ആള്. കണ്ടതിൽ സന്തോഷം. ഭാഗ്യം, ഞാൻ വേറെ ലോകത്തുനിന്ന് വന്നതാണെന്ന് അവർ കരുതിയില്ല. അതേസമയം മറ്റൊരിടത്ത് ഇവർ രണ്ടുപേരും. നിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രണയമാണ്. എന്ത് പ്രണയമോ? സത്യം പറഞ്ഞാൽ ഇതാണ് നിന്റെ ആദ്യ പ്രണയം? ഒരിക്കലുമില്ല. ഞാനോ പ്രണയിക്ക്? എന്നാ പിന്നെ നിന്റെ മോതിരയിട്ടതാരാ? ഇത് കണ്ട് മോതിരവിരൽ മണക്കാൻ നോക്കിയ ആറ്റോറിയ, നിനക്ക് തന്നെ ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. ഈ മോതിരം കൊണ്ട് നിന്റെ ശാപം വരെ നിന്നെ വിട്ടുപോയി. എന്നാലും സെയിച്ചിക്ക് ശരിയുണ്ടല്ലോ. ആറ്റോറിയ, നിനക്കെന്താ പറ്റിയത്? ആറ്റോറിയ, നീ സെയിച്ചിയെ പ്രണയിക്കുന്നുണ്ട്. അങ്ങനെ ആറ്റോറിയെ കഴിഞ്ഞതെല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ, ആറ്റോറിയ, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. അതെ, എനിക്കിഷ്ടമാണ് അവനെ. എൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഫീലിങ്സ് അവനെ എനിക്ക് അറിയിക്കണം. ഞാൻ എങ്ങനെയാണ് ഇഷ്ടം കാണിക്കേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പറയ്. അതേസമയം മറ്റിടത്ത്, നീ എന്തായി പറയുന്നത്? ഒരു പെണ്ണിന് ഒരു പയ്യൻ മോതിരവിരൽ, അതും ഇടത് കൈയിലെ മോതിരവിരൽ ഇട്ടുകൊടുത്താൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്നാണ് അർത്ഥം? ഇത് കേട്ടതും സെയിച്ചിക്ക് ഷോക്കായി. ശരി, ഇനിയിപ്പോൾ നീ എന്താ അവളോട് പറയാൻ പോകുന്നത്? ഇത് ഞാൻ അറിയാതെ അല്ലെങ്കിൽ കളിതമാശയ്ക്ക് ചെയ്തതാണ് എന്നാണോ? അങ്ങനെ എങ്ങാനും നീ പറഞ്ഞാൽ നിന്നെ അതേ നിമിഷം പിടിച്ച് തൂക്കിലേറ്റും. എന്തോന്ന്? അല്ലെങ്കിൽ പിന്നെ നിന്നെ പിടിച്ചുകൊണ്ടുപോയി നിന്റെ അതങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. എന്ത് കട്ട് ചെയ്ത് വിടുന്നോ? വേറെ വഴിയൊന്നുമില്ലേ? നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചു. വേറെ വഴിയൊന്നുമില്ല. എന്ത് കല്യാണോ? ഓൾറെഡി നീ പ്രണയം കഴിഞ്ഞു, മോതിരം ഇട്ടും കൊടുത്തു. ഓൾറെഡി നീ നിന്റെ പ്രണയം പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിൽ നീ മോതിരം ഇട്ടു. ഇനി നിനക്ക് വേറെ വഴിയില്ല. എനിക്ക് ഓൾറെഡി എന്ന് പറയുന്നതും കടയുടെ മുതലാളി. അപ്പോൾ നിനക്ക് ഓൾറെഡി ഒരു കുട്ടിയെ പ്രണയിക്കുന്നുണ്ടല്ലേ? ഏകദേശം. എന്നാൽ രണ്ടുപേരെയും കല്യാണം ചെയ്യും. അതിന് നീ ഫസ്റ്റ് നിന്റെ മനസ്സ് തുറന്നു വെച്ചിരിക്കണം. എന്ത് മോനെ, നീ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കരുത്. ഒന്നെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നോ പറയുക. ഏതെങ്കിലും ഒന്നെടുക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സംസാരിക്കാം. അങ്ങനെ ചേച്ചി അവിടെ നിന്നും പോയിരുന്നു. അവൻ ഭയങ്കര ചുറുചുറുക്കുള്ള പയ്യനല്ലേ. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. സാർ ഇവിടെ ഭയങ്കര സാധാരണയായിട്ട് വരുന്നല്ലോ. അതാലോചിച്ച് നീ വിഷമിക്കേണ്ട. എന്തെന്ന് വെച്ചാൽ ലോയിസ് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അതാലോചിക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. അങ്ങനെ ഡോർ ആരോ തുറക്കുന്നതും പറഞ്ഞില്ലേ. പിന്നീട് സെയിച്ചയെ കാണിക്കുന്നതും, ഇതിങ്ങനെ പോയാൽ വളരെ വലിയ പ്രശ്നമാവും. ഇതിങ്ങനെ വെച്ച് തുടരാൻ എനിക്ക് കഴിയില്ല. ബട്ട് ഇതിന് സൊല്യൂഷൻ സെറിയയോട് ചോദിച്ചാലോ? അല്ലെങ്കിൽ ആറ്റോറിയോട് നേരിട്ട് ചോദിച്ചാലോ? അതേസമയം ആറ്റോറിയ അവിടേക്ക് വരുന്നതും സെയിച്ചിയുടെ മനസ്സിൽ, ഇവളോട് ഇപ്പോഴും എല്ലാം പറയാം. ഞാൻ അറിയാതെയാണ് റിങ്ങിട്ടതെന്ന്. ആറ്റോറിയ എന്ന് പറഞ്ഞു തുടങ്ങിയതും, നീയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ നിനക്ക് ആ റിങ്ങിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. എന്നാലും എനിക്ക് അത് പ്രശ്നമല്ല. ബിക്കോസ് ഞാൻ നിന്നെ ഓൾറെഡി പ്രണയിക്കാൻ തുടങ്ങി. എന്നാലും നിനക്ക് സെറിയുണ്ട്. എന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലൊരു തരം വിങ്ങലാണ്. പെട്ടെന്ന് സെയിച്ചിയുടെ മനസ്സിൽ രണ്ടുപേരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റും. അവനെ പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരെയും കല്യാണം അയക്കാൻ പറ്റും. ഞാനുമെന്ന് പറയാൻ വന്നതും സെറിയ മുമ്പിൽ വന്നതും, നീ കരുതുന്ന പോലില്ല. എനിക്ക് സമ്മതമാണ്. എന്ത്, നിനക്ക് സമ്മതമാണോ? എന്തെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ മാത്രമായിട്ട് കിട്ടില്ല. നീ അത്രയ്ക്ക് സുന്ദരനാണ്. ഏത് പെണ്ണും നിന്നെ കണ്ടാൽ വേണമെന്ന് പറയും. ശരി സെയിച്ചി, നീ ആറ്റോറിയയുടെ പ്രണയം സ്വീകരിക്കുന്നില്ലേ? അങ്ങനെ സെയിച്ചി, ആറ്റോറിയ, നോ, ആർക്ക്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാം എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഓക്കെ ആർക്ക്, നീ അറിയാൻ വേണ്ടി ഞാൻ പറയാം. നിന്നെ ഞാൻ അത്രമേൽ പ്രണയിക്കുന്നു. എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഉണ്ടാവും, എന്നും എപ്പോഴും. അങ്ങനെയാണെങ്കിൽ വാ, എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാം. അതേസമയം മണിയടിച്ചതും, എന്താ നടക്കുന്നത്? വെൽ ഡൺ മൈ ബോയ്സ്, ഓൾ ദ ബെസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞതും ഞാൻ വിചാരിച്ചത്
ഒന്ന് ഇവിടെ നടക്കുന്നത് വേറൊന്നാണല്ലോ. അതേസമയം മറ്റൊരിടത്ത് രണ്ട് ഈവൽ കണ്ണുകൾ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ ആ രണ്ട് കണ്ണുകൾക്കൂടെ ആരാ, ഇനി സഹിച്ചിയുടെ ലൈഫിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾ വരുമോ എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.